ഡിസ്പേജിയ അഥവാ ഡിഫിക്കൽട്ടി ഇൻ swallowing. ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കാനും വിഴുങ്ങാനുമുള്ള ബുദ്ധിമുട്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ത്രോട്ട് ക്യാൻസർ പോലുള്ള ഭയാനകരമായ അസുഖങ്ങളൊക്കെ കാണിക്കാം. പക്ഷെ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ആഫ്റ്റർ സൾസർ, മൗത്ത് വായ്പുണ്ണ് മുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ വരെ കാരണമാവും. അപ്പൊ ഇതിന്റെ 5 റെഡ് ഫ്ലാഗ് സൈൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇതിന്റെ പ്രോഗ്രസ് ആൻഡ് ഡ്യൂറേഷൻ. അതായത് ഇത് കുറെ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇന്റൻസിറ്റി കൂടിക്കൂടി വരികയാണെങ്കിലും ഇതൊരു വാർണിംഗ് സിംറ്റം ആയിട്ട് കണക്കാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് സിംറ്റംസ് ആയിട്ടുള്ള ചുമ, ചെവി വേദന, അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു തടിപ്പ് കാണപ്പെടുക, അല്ലെങ്കിൽ ആസ്പിറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് കണക്കായിട്ട് വേണം. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആൻഡ് വെയിറ്റ് ലോസ്. നമുക്ക് വിശപ്പ് കുറയുകയും നമ്മുടെ ഭാരം കുറയുകയും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. രണ്ടാമതായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ത്രോട്ട് ക്യാൻസർ ഉള്ളവർക്ക്, അതായത് നമ്മുടെ റിലേറ്റീവ്സിനോ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ത്രോട്ട് ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് ഫൈനൽ സൈൻ, അതായത് പേഴ്സണൽ ഹാബിറ്റ്. നമ്മൾ മദ്യപാനം, പുകയിലയും കൂടുതലായിട്ട് ശീലിക്കുന്നവർ ഡിസ്ഫേജി വരുവാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.